യുഎഇയിൽ ഇന്നു മുതൽ കാറ്റും തണുപ്പും കൂടും എന്ന രൂപത്തിലാണ് NCMന്റെ മുന്നറിയിപ്പ്. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ചൊവ്വാഴ്ച മുതൽ യുഎഇയുടെ പല ഭാഗങ്ങളിലും മഴയായി മാറുമെന്നും മുന്നറിയിപ്പിൽ പറയുകയാണ്. ചൊവ്വാഴ്ച മുതൽ കുറേ ദിവസത്തേക്ക് മഴ പെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് വേനൽക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലെ അസ്ഥിര കാലാവസ്ഥയിലേക്ക് ആ ട്രാൻസിഷൻ പോയിന്റിലൂടെ യുഎഇ കടന്നു പോവുകയാണ് എന്നാണ് അതിൻ്റെ ചുരുക്കം. യുഎഇയിലുടനീളമുള്ള പള്ളികളിൽ ഇന്ന് ഖുതുബ, അതായത് നമസ്കാരത്തിന് മുമ്പുള്ള പ്രസംഗം, മഴയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചായിരുന്നു എന്നുള്ളതും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് യുഎഇയിലെ പല സംവിധാനങ്ങൾക്ക് നേരെയുമുള്ള സൈബർ അറ്റാക്കുകൾ ഇപ്പോൾ നടക്കുന്നത്. ഒരു ദിവസം 2 ലക്ഷത്തിലധികം എന്ന രൂപത്തിൽ അറ്റാക്കുകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ദുബായിലാണ്. അത് കഴിഞ്ഞ് അബുദാബി, പിന്നെ ഷാർജ എന്നിങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സൈബർ അറ്റാക്ക് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളെന്ന് പറയുന്നത് യുഎഇയിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ കളിയൊന്നും നടക്കില്ല. ഗവൺമെൻറ് വളരെ സുരക്ഷയുള്ള സംവിധാനത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, IT സ്ഥാപനങ്ങൾ, ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾ, എനർജി യൂണിറ്റുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരെയും സൈബർ അറ്റാക്കുകൾ നടക്കുകയാണ്. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്താത്തത് അതിൻ്റെ ശക്തമായ സുരക്ഷാ കവചം കൊണ്ട് തന്നെയാണ് എന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ജൈടെക്സിൽ വ്യക്തമാക്കപ്പെട്ടു. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത്, ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ്, താസി ഗോൾഡൻ ഡയമണ്ട്സ്, eLessons.net, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ട്രാവൽ ആൻഡ് മൂവേഴ്സ്, ഫിറ ഫുഡ്സ്, ആയുർസത്യ ആയുർവേദ, ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ, അൽ ഉസൂദ് കാർഗോ, അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ.